ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നില്ലേ ഞാനൊരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ. എനിക്ക് മോനും ഒമാൻ ലൈസൻസ് കിട്ടി, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനും അതുപോലെ ഈ 2 ദിവസം മുൻപേ എനിക്ക് ഏതൊരു വീഡിയോയുടെ അടിയിൽ പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലബാർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിലില്ലേ, അഥവാ കക്കറൊട്ടി എന്നൊക്കെ പറയുന്ന അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമോ ഇത്താന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക, പിന്നെ ചെറിയൊരു പർച്ചേസിങ്ങും അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ലഞ്ച് മുതലുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തലേന്ന് വാങ്ങി വെച്ച ഞണ്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ലുലു പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ പിന്നെ അവരെ കട്ടിങ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം. പിന്നെ അതിലൊന്ന് ചെറുതായിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്പോഞ്ച് പോലത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ എല്ലാവർക്കും വറുത്തരച്ചിട്ടുള്ള കറികളോട് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്ത തേങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഓൾറെഡി ഞാൻ എപ്പോഴും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്ത കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ നീളത്തിലല്ല ഉള്ളി കട്ട് ചെയ്യുന്നത്, സ്ക്വയർ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാൻ വറവിനും കൂടിയിട്ടുള്ള ഉള്ളിയാണ് എടുത്തത്. ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണുള്ള ഓയിൽ പാനിലേക്ക് ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ ആ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് വറവിന് വേണ്ടിയിട്ട്. പിന്നെ കല്ലുപ്പാണ് കുറച്ച് ഇട്ട് കൊടുത്തത്, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേന്ന് അറിയുന്നവർ വിചാരിക്കും, പക്ഷേ അറിയാത്തവരുണ്ട് കേട്ടോ. എൻ്റെ മോനൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് വിളിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഞാനും തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലോട്ട് വരുന്ന സമയത്ത് തന്നെ എനിക്കൊന്നും അറിയില്ല, വീട്ടിൽ നിന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാത്തപ്പോൾ ഞാൻ എത്രയോ തവണ ഉമ്മയോട് വിളിച്ച് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ അന്ന് പഠിച്ച ആ ഒരു അറിവുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഗൾഫിലൊക്കെ വരുന്ന കുട്ടികളും പിന്നെ അതുപോലെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ അറിയുന്നവർക്ക് അത് ഇങ്ങനെ അറിയുന്നതല്ലേ, ഇതെന്തിനും ഇങ്ങനെ പറയുന്നത് തോന്നുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉപകാരപ്പെടും എന്നുള്ളത് ഒരു ഉറപ്പുള്ളത് എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഗൾഫിൽ വന്ന സമയത്ത്. അപ്പോഴേക്കിതാ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കരുത്. ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും പിന്നെ കുറച്ച് പുളിവെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിക്കരുത്. നമ്മൾ സാധാരണ തേങ്ങ അരച്ച് കറി ഒഴിക്കുന്ന പോലെ ഒഴിച്ചാൽ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങുന്ന പോലെ തന്നെ ഞണ്ടെന്ന് ഒന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടാവും. ലൂസായാൽ അതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോൾ കറി. അപ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലല്ലേ ഞണ്ട് കറിയൊക്കെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കല്ലുപ്പാണ് അധികം എല്ലാത്തിലും ചേർക്കാറ്. അപ്പോഴേക്കിതാ നന്നായിട്ട് അരപ്പ് തിളച്ച് വന്ന്, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കുറുകിയ സമയത്ത് തന്നെ നമുക്ക് ഈ ഞണ്ട് കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ആയി വരട്ടെ. കറി ആയി വരുമ്പോഴേക്ക് നമുക്കൊന്ന് മുരിങ്ങയില ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അതാണല്ലോ കുറച്ച് പണിയുള്ള കാര്യം. ഞാനധികം മോനും പപ്പക്കും കയ്യിലങ്ങ് കൊടുക്കും, അപ്പോൾ അവരതിങ്ങനെ പിച്ചിയിട്ട് വരും കേട്ടോ, അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട്. പക്ഷേ ഇതില്ലേ അധികം അങ്ങ് മൂത്ത ഇല എടുക്കരുത്, അപ്പോഴാണ് ഈ കയ്പ്പ് രസം വരുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അത് കുറച്ചൊരു തിരള് പോലത്തെ ഇല, നല്ല തിരളല്ല എന്നാൽ അധികം മൂത്ത് പോവാത്ത ഇല എടുത്താലുണ്ടല്ലോ പിന്നെ അധികം കയ്പ്പ് രസം ഉണ്ടാവില്ല. ഇത് മൂപ്പർ കമ്പനീൻ്റെ അടുത്തുനിന്ന് പറിച്ചതായിരുന്നു. എന്നിട്ട് എനിക്ക് കൊണ്ടു തന്ന, നമ്മൾ വരുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് തന്നെ കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. അധികം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് പറിക്കാറ്. ഇവിടെ ഇല്ലേ എന്താ പറയുക, മുരിങ്ങയില, മുരിങ്ങക്കായ, കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കിട്ടും. ഇത് ഇത്രയും ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാനിതുപോലെ ഇങ്ങനെ കവറിൽ തന്നെ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. നാളെ ഇത്രയും പണി ഉണ്ടാവില്ല കേട്ടോ. ആ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇലയൊക്കെ അതിൽ നിന്നങ്ങ് ഉതിർന്ന് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലീൻ ചെയ്തെടുക്കുമ്പോഴും ഇത് നമ്മളങ്ങ് ബേസിനിലേക്ക് അങ്ങ് പോകുമല്ലോ, ആ വാഷ് ബേസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനർ വെച്ച്, നമ്മൾ സാധാരണ എന്തെങ്കിലും അരിപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന അത്ര വലിപ്പമുള്ള, അതിലിങ്ങനെ കോരി എടുത്താലുണ്ടല്ലോ അത് ഒട്ടും അങ്ങോട്ട് പോവാതെ മുഴുവനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാനധികം ഇങ്ങനെയാണ് ചെയ്യാറ്. മുരിങ്ങയെല്ലാം ഒക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ജീരകമൊക്കെ കഴുകുമ്പോൾ ഞാനധികം ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം.
അപ്പോഴേക്കും ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലെപ്പോഴും താളിപ്പ് ചേർക്കും കേട്ടോ. ചിലരൊന്നും താളിപ്പ് ചേർക്കാറില്ല. അപ്പം വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലത് കേട്ടോ. ഈ കറി ഞണ്ട് കറിയൊക്കെ വറുത്തരച്ച് വെക്കുമ്പോൾ ഞാനിപ്പം സാധാരണ ഓയിലാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള വെളിച്ചെണ്ണ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലാണ് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് ഉലുവ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം. താളിപ്പ് ചേർത്ത് കറി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം മുരിങ്ങയില വറുത്തെടുക്കാൻ നോക്കാമേ. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ ഓയിൽ കടായിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും പച്ചമുളകും കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് ഈ സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാനൊരു 3 മുട്ട ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് ഉടച്ചൊഴിക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് മുരിങ്ങയില ചില സമയത്ത് കയ്പ്പ് രസം എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ ഈ മുട്ട കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കയ്പ്പ് രസം അറിയില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് തിരുള് പോലത്തെ മുരിങ്ങയില എടുക്കാൻ നോക്കാം. വല്ലാണ്ട് മൂത്ത് പോയ മുരിങ്ങയില എടുക്കുമ്പോഴാന്ന് തോന്നും എനിക്ക് തോന്നുന്നത് ആ ഒരു കയ്പ്പ് രസം വരുന്നത്. ഞാനിപ്പോൾ അധികം മൂത്ത ഇല എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വറുത്തതിന് ശേഷം അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത പോലെ ചെയ്തതിന് ശേഷം മുട്ട, ബാക്കിയുള്ള മുരിങ്ങയില ഉണ്ടല്ലോ നമ്മൾ കഴുകി തോർത്തി വെച്ചത്, അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കുക. മുരിങ്ങയില ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കൂടുതൽ സമയം വഴറ്റിയെടുക്കാറില്ല. പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. മുരിങ്ങയിലയിൽ നമ്മൾ ബീട്രൂട്ടൊക്കെ വറക്കുന്നേരം ഞാൻ ചെയ്യാറുണ്ട് കുരുമുളക് കൂടി ഇട്ടിട്ട്. അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്രയേ വേണ്ടൂ. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ കുറേ സമയം മുരിങ്ങയില ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, മുരിങ്ങയില പെട്ടെന്ന് ആവുന്നതല്ലേ. അടുത്തത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനില്ലേ മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. എനിക്കൊരു പറ്റിയെന്ന് പറഞ്ഞാൽ മോൻ്റെ പപ്പക്ക് ഈ കട്ട് ചെയ്ത് വെക്കുന്ന ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതിലൊക്കെ അതെന്ന് പറഞ്ഞാൽ തലടക്കം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ അവരെന്നെ കട്ട് ചെയ്തതുകൊണ്ട് എന്നോട് പറഞ്ഞു കൊടുക്കാനും വിട്ടുപോയി. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നെയ്ച്ചോറ് ഇന്നലെ എടുത്തതും ഉണ്ടായിരുന്നു. അത് ഞാൻ പോകുമ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതെന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ പരിപാടി ചെയ്യേണ്ട വന്നില്ല. അപ്പോൾ അടുത്ത പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ച്, പിന്നെ മോൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം നമുക്ക് ചായ വേണ്ട, അവന് ഫലൂദ കാച്ചിയത് മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇനി ആ പരിപാടി നോക്കണം. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ആ പരിപാടിയിലേക്ക് നീങ്ങാം കേട്ടോ. ഞാൻ കുറച്ച് ക്യാഷും കുറച്ച് ബദവും കൂടെ ഒന്ന് കുതിർത്തി വെക്കും. എന്നിട്ട് എനിക്ക് രാത്രിയൊക്കെയുള്ള ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഒരാൾ ചോദിച്ച റെസിപ്പി കുഞ്ഞിപ്പത്തിലിൻ്റെ, അപ്പോൾ അത് ചെയ്യണം, കക്കറൊട്ടി. അപ്പോൾ അത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കുതിർത്തി അങ്ങോട്ട് മാറ്റി വെച്ചാൽ പണിയൊക്കെ പകുതി അങ്ങ് എളുപ്പമാവുമല്ലോ മറ്റുള്ളതൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക്. അപ്പോൾ കുറച്ച് ഒരു പിടി ബദവും അതുപോലെ തന്നെ ഒരു പിടി ക്യാഷും ഒന്ന് കുതിർത്തി വെക്കാം. നല്ല ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുതിർത്തി വെച്ചാലുണ്ടല്ലോ പെട്ടെന്ന് ആ ബദത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വരും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പിസ്ത കൂടെ ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. അത് അതിൻ്റെ മുകളിൽ ഫലൂദ കാച്ചിൻ്റെ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ടോ. കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് മറ്റുള്ള പരിപാടി കഴിയുമ്പോഴേക്കും അത് കുതിർന്ന് വരേണ്ടതൊക്കെ കുതിർന്നൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കക്കറോട്ടിക്ക് വേണ്ടിയിട്ട് നല്ലത് ബീഫിൽ ചെയ്യുന്നതാട്ടോ. എനിക്ക് ചിക്കനിൽ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടം ബീഫ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ബീഫ് കിട്ടിയില്ല. അപ്പോൾ ഇരുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ വെച്ച് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി മനസ്സിലാവണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചിക്കന് പകരം ബീഫാ ചെയ്യുന്നെങ്കിൽ കുക്കറിൽ വെച്ച് വിസിലടിപ്പിച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഫലൂദ കാച്ചിയത് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ബദമൊക്കെ കുതിർന്ന് വരണമല്ലോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഞാൻ ഒരു 3-4 ഉള്ളി എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചേറെ കക്കറോട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നാളത്തേക്ക് എനിക്ക് റെസ്റ്റ് ആവുമല്ലോ ഒരു ദിവസം ചെയ്താൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ. അതുപോലെ ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു പേപ്പറിൽ വെച്ചിട്ടായിരുന്നു തൊലിയൊക്കെ കളഞ്ഞിടാറ് കേട്ടോ. അപ്പോൾ അതൊന്ന് കച്ചറയിലേക്ക് തട്ടിക്കൊടുത്തതിന് ശേഷം ഉള്ളിയൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്ത് തക്കാളിയും പിന്നെ അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഓൾറെഡി ഞാൻ ചതച്ച് വെക്കുന്നത് ഉള്ളത് കൊണ്ട് അതിൻ്റെ പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉള്ളി മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അരി അതിൻ്റെ മാവ് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി കൂട്ടാനുള്ള പിന്നെ ഉള്ളിയാണ്, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ.
ഒരു 3-4 തക്കാളി ചേർത്ത് കൊടുക്കുക. കുറച്ച് പുളിയും എരിവൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ടേസ്റ്റ് കക്കറൊട്ടിക്ക്. അപ്പോൾ പച്ചമുളകും ഞാൻ കുറച്ച് ഏറെ തന്നെ എടുക്കുന്നുണ്ട്. എൻ്റെ പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ട് കേട്ടോ ഇത്രയും എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സാധാരണ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഗീയാണ് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ബേ ലീഫ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനിലാണ് കേട്ടോ. എന്നിട്ട് അതുകൂടെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുക്കണം, കാരണം ചിക്കനിലും ബീഫിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ഏറെ ഇടുന്നത് നല്ലതാണ്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ഓപ്ഷനില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ മാറ്റി വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറേശ്ശെ എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ എന്താണോ ഇട്ട് കൊടുത്താൽ അതുപോലെ തന്നെ ഇതിലും ഇട്ട് കൊടുക്കാം. കൂടുതലാവണ്ട കേട്ടോ. ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 2 പിടിയോളം വലിയ ജീരകം ഇല്ലേ, പെരിഞ്ജീരകം, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട, ഒരു തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ ആണത്തിനൊക്കെ അരച്ചെടുക്കുന്നില്ലേ, ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, തലശ്ശേരി ഭാഷയിൽ ആണെന്നാണ് പറയാം കേട്ടോ. നമ്മൾ മുട്ടക്കറിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ ആണെന്ന് പറയും. അപ്പോൾ ആ കറിയുടെ ഒരു അരപ്പ്, അതല്ലെങ്കിൽ നിങ്ങളൊന്ന് തരിതരിപ്പായിട്ട് അങ്ങ് അരച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. കക്കറോട്ടി ഉണ്ടാക്കാൻ പലർക്കും അറിയാത്തവരുണ്ടെന്ന് എനിക്ക് ഇത് കമൻറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായി. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഏതാ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത്, ഞാൻ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലോട്ട് ഉപ്പൊക്കെ നോക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവിയുടെ ഇത് തേങ്ങ അരപ്പൂടെ ചേർത്തപ്പോൾ ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് രസം കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് തിളച്ച് വരുമ്പോഴേക്ക് അരി ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പുഴുങ്ങലരി കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള അരിപ്പൊടി, അതൊന്ന് ടൈറ്റായി കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ അരി ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, പുഴുങ്ങലരി, അത് നല്ല ചൂടുള്ള വെള്ളത്തിൽ കഴുകി കുതിർത്തി വെച്ച അരിയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും ജീരകമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഉള്ളി കുറച്ച് കട്ട് ചെയ്യുമ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായില്ല, അത് ഇതിനാണ് കേട്ടോ. കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഈ അരി മാത്രം ഉപ്പ് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കും. അതിന് ശേഷമാണ് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഉള്ളി വല്ലാണ്ടങ്ങ് അരിഞ്ഞ് മഷി പോലെ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അരി കുറച്ചൊന്ന് അരിയണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങലരിയല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തരിതരിപ്പോടെ അരച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളി ഞാൻ ഏകദേശം ഒരു ഉള്ളി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ട് തന്നെ. കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാരും ചെയ്യാറില്ല കേട്ടോ, ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. സാധാരണ ചേർക്കുന്ന കാണാറില്ല. പിന്നെ കല്ലുമ്മക്കായൊക്കെ ചെയ്യുമ്പോൾ ഉമ്മ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ആ അരിയിൽ ചേർക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ടൊക്കെയുള്ള ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ചേർക്കണം എന്നില്ല കേട്ടോ. അത്യാവശ്യം ഗ്രേവിയിലും എരിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലല്ലേ ഉള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ടൈറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി കൂടെ തന്നെ ഒരു അരമുറിയോളം തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കക്കറോട്ടിക്ക്. ഇനി അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, കൂടുതൽ നേരം അടിച്ചെടുക്കണ്ട കേട്ടോ. ഇനി മാറ്റി വെച്ച ഈ അരിപ്പൊടിയിലോട്ട് ബാക്കി വന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളത് അങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി അത് മാത്രമായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ടതെന്ന് കരുതി അങ്ങ് ഇട്ട് കൊടുത്തതല്ലോ. ഈ അരച്ച തന്നെ മതി കേട്ടോ തേങ്ങ. ഇനി ആ അരപ്പും എന്ന് വെച്ചാൽ അരിയും തേങ്ങയൊക്കെ കൂടെ അരച്ചില്ലേ, അതുകൂടെ ഈ അരിപ്പൊടിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം കല്ലുപ്പ് പോരെങ്കിലോ എന്ന് കരുതി കുറച്ച് ഇട്ട് കൊടുത്തതാണ്. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി കൈവച്ച് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ.
മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ടൈറ്റാന്ന് തോന്നിയതുകൊണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് കൈ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകം ഉണ്ടല്ലോ, അതുവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാം. അരി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ കയ്യിലൊന്ന് തടവിയതിന് ശേഷം സാധാരണ നമ്മൾ ഉരുട്ടിയെടുക്കുക. പിന്നെ നിങ്ങൾ ഏത് സ്റ്റീമറാണോ എടുക്കാറ് അതിലോട്ട് ഇഡ്ഡലി തട്ടോ സാധാരണ സ്റ്റീമറോ ഏതുണ്ടാവുമല്ലോ അതിലോട്ട് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അതിലേക്ക് അങ്ങ് ഇട്ടുക. അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ആക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേവിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ കുഴിയിലോട്ട് ഇങ്ങനെ ഫില്ലായി നിൽക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി കക്കറോട്ടി ഒന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വരുമ്പോഴേക്ക് നമ്മൾ കുതിർത്തി വെച്ച ബദവും കാഷ്യൂ നട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ബദത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ തൊലിയൊക്കെ കണ്ടോ കളഞ്ഞ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇതിപ്പോൾ മോനെ ഇന്ന് ചായ വേണ്ട പെട്ടെന്ന് തന്നെ ഫലൂദ കാച്ചിയ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ടൈമിന് കുതിർന്ന് കിട്ടേണ്ടതുകൊണ്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ഓവർനൈറ്റൊക്കെ നാളെ ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്നതിന് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ തലേന്നേ കുതിർത്തി വെച്ചാൽ ഇപ്പോൾ സാധാ വെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി, ചൂടുവെള്ളത്തിൽ കുതിർത്തണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കാം. രണ്ടും ഒന്നിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് പാൽ, നമ്മൾ ഫലൂദ കാച്ചാൻ എടുക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ചൂടാവുന്നതിന് മുൻപായിട്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കക്കറോട്ടി എന്തായി നോക്കാം. കക്കറോട്ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് എന്നിട്ട് വേണം നമുക്ക് ആ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഫാൻ ഓൺ ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്തും കിട്ടി. അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഗ്രേവിയിലേക്ക് തട്ടി കൊടുക്കണം. നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കി വെച്ചല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫാണ് ചെയ്യുന്നെങ്കിൽ ബീഫിൻ്റെ അത് കണ്ടോ നല്ല തിളച്ച് നന്നായിട്ട് കുറുകി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഇതങ്ങ് അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഗ്രേവി ഈ അപ്പത്തിലോട്ട് അങ്ങ് നന്നായിട്ട് പിടിച്ചു വരണം കേട്ടോ, നമ്മുടെ കക്കറോട്ടിയിലോട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് ഗ്രേവിയൊക്കെ അതിലൊന്ന് പിടിച്ചോട്ടെ. കക്കറോട്ടിയിൽ ആ ഗ്രേവിയൊക്കെ പിടിച്ച് വരുമ്പോഴേക്ക് ഞാനില്ലേ ഫലൂദ കാച്ചിയിലേക്ക് കുറച്ച് ബദവും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുതിർത്തിയൊന്നും വെക്കാതെ സാധാരണ റോളിൽ തന്നെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ കണക്ക് കേട്ടോ. ഒരു 5-10 മതിയാവും കേട്ടോ. കാഷ്യൂ നട്ട്സും പിന്നെ ബദമൊക്കെ കൂടുതലൊന്നും വേണമെന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നേരം പിസ്തയും കൂടെ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് കൂടുതലായിപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ഗ്ലാസ്സിന് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ളത് മാത്രം ആ ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ ഒരു കണക്കിലെടുത്തോളൂ കേട്ടോ. ഇനി ഫലൂദ കാച്ചിയിലോട്ട് ഒരു 3 ആപ്പിൾ കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. 3 എടുക്കുന്നില്ല, ഞാൻ 2 ഒരുതി നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സ്ക്രാപ്പറിൽ അതിലിട്ടിട്ട് വരച്ചെടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താലും മതി. ഇതിങ്ങനെ ചെറുതായിട്ട് കുടിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഫലൂദ കാച്ചിയത് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു വെജിറ്റബിൾ സ്ക്രാപ്പർ കൊണ്ടാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. തൊലിയൊന്നും കളയുന്നില്ല, അങ്ങനെ അങ്ങ് അതിൻ്റെ ആ നടുവശത്തുള്ള ആ പാർട്ടും പിന്നെ അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞാൽ മതി. അല്ലാതെ അതിൻ്റെ തൊലിയൊന്നും കളയണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണം വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. ഇതുപോലെയാണ്, ഇത്രയും തിന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾ സ്ക്രാപ്പർ കൊണ്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ ഇത് എനിക്ക് 2 വേണ്ട വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കന്നെ ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചു. അതാ ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് ചെയ്യുന്നത്, അത് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. അപ്പോഴേക്ക് ഇതാ കക്കറോട്ടിയിലോട്ട് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ പിടിച്ച് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുറച്ചുകൂടി ഇരിക്കുന്നതോറും ഒന്നുകൂടെ അതിലോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇത് അടച്ച് വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫലൂദ കാച്ചിയത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കക്കറോട്ടി ആയല്ലോ, ഇനി അതങ്ങോട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫലൂദ കാച്ചിയിലോട്ട് ഞാൻ 3 ഗ്ലാസ് പാലിലോട്ട് ഒരു 1-1.5 ടീസ്പൂണോ കസ്റ്റർഡ് പൗഡറില്ലേ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. പാൽ ചൂടാക്കുന്നതിന് മുൻപ് കസ്റ്റർഡ് പൗഡർ കലക്കിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒട്ടും കട്ട പിടിക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് കട്ട പിടിക്കാൻ വഴിയുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ച ബദവും കാഷ്യൂ നട്ട്സും ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഇതാ ബദവും പാലും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വാനില എസൻസോ നിങ്ങളുടെ അടുത്ത് ഏത് എസൻസാണെന്നുള്ളത്, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വാനിലയുടെ ഫ്ലേവർ വേണ്ടതുകൊണ്ട് വാനില ഫ്ലേവർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടോ കളറൊന്നും മാറുകയും ചെയ്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയുടെ ഫ്ലേവർ ആണെങ്കിൽ അങ്ങനെ പിസ്ത മിൽക്ക് മിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഏതാണെന്നോ നിങ്ങൾക്ക് ഫ്ലേവർ. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു ഏലക്ക കുത്തി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തണുത്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഫലൂദ കാച്ചിയൻ്റെ അവസാന സ്റ്റേജാണ് കേട്ടോ ഇത്. അത് മിൽക്ക് മിക്സ് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തണുത്ത് വന്ന മിൽക്ക് മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബദവും കാഷ്യൂ നട്ട്സും ഇല്ലേ, അതുകൂടെ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇത് കിട്ടാറില്ല. ആപ്പിൾ മാത്രമല്ലേ കിട്ടാറുള്ളൂ. അരച്ച് ചേർക്കുന്നത് മാത്രം. അവരതിൻ്റെ എസൻസ് കണ്ടാന്നൊന്നും ചേർക്കുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഒറിജിനലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിൽ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫലൂദ കാച്ചിയത് ഇത്ര എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഷിൻഡോ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്ത് വേണ്ടത് അതിനെ എഴുന്നേൽപ്പിച്ചിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ അതിനെ എഴുന്നേൽപ്പിക്കണം. അപ്പോൾ എഴുന്നേൽക്കാൻ വലിയ പാടാണ് കേട്ടോ. കുറേ ഒന്നിങ്ങനെ കളിപ്പിക്കണം. ഭയങ്കര ഉറക്കം കേട്ടോ ഈ പൂച്ചക്ക്. മോൻ പറയും അതങ്ങനെയാണ് പോലും. ഈ പൂച്ചകൾ കഴിക്കും ഉറങ്ങും വഴിക്കും ഉറങ്ങും അങ്ങനെയാണ്. വല്ലാണ്ട് അങ്ങനെ എന്താ പറയുക, നമ്മൾ സാധാരണ നാടൻപൂച്ചനെ പോലെ അങ്ങനെ ഓടി ചാടി കളിക്കില്ല എന്ന് പറയുന്നവന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊന്ന് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് നമ്മളൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു സമാധാനം കേട്ടോ. കണ്ടോ കുറേ കളിപ്പിച്ചാലൊന്ന് എഴുന്നേക്കുള്ളൂ. അപ്പോൾ അവന് ഡിസ്റ്റർബൻസ് ചെയ്തതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാന്ന് തോന്നുന്നു മിണ്ടുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു കളിയൊക്കെ നമ്മൾ കളിക്കും. ഇതിപ്പം ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് കൊണ്ടാന്ന് തോന്നുന്നു മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം ഗതി കെട്ടിട്ട് എന്നെ നോക്കുന്നുണ്ട്, നീ എന്നെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ എന്നുള്ളൊരു നോട്ടമുണ്ട് അവസാനം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റു. പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കിയിരിക്കും കേട്ടോ. ടെസ്റ്റ് പാസ്സായ ദിവസമാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസം തന്നെയായിരുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാ. പിന്നെ ഇത് നമ്മൾ പഠിപ്പിച്ച സ്ഥലമാണ് കേട്ടോ, ഗ്രൗണ്ടാണ്. ഒറിജിനൽ നമുക്ക് ആറോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ പിടിക്കാൻ അലൗഡ് ഇല്ല. അത് നല്ല വൃത്തിയിൽ അതൊരു പ്രത്യേക സെറ്റപ്പിലാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു ഗ്രൗണ്ട് മാത്രമാണ്, നമ്മളെ നാട്ടിലെ പോലെ തന്നെ. ആ വൈറ്റ് ടീഷർട്ട് ഇട്ട ആളാണ് നമ്മളെ ഇൻസ്ട്രക്ടർ. അയാൾ പോലീസിൽ കോൺസ്റ്റബിളാണ് കേട്ടോ. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഭയങ്കര സ്ട്രിക്റ്റുമാണ്. ഞാനും മോനും ഡിസംബർ 5-നാണ് ജോയിൻ ചെയ്യുന്നത്. ഏകദേശം 28-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മോന് ഡ്രം ടെസ്റ്റിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന് കിട്ടി. പക്ഷേ എനിക്ക് ഡ്രം ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ റോഡ് ടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. റോഡ് ടെസ്റ്റും എനിക്കിങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റൂല കേട്ടോ. കാരണം നമ്മൾ എക്സാമിനർ പോലീസാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എടുക്കാൻ റൂൾ അവിടെ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഞാനും മോനും കൂടി പിടിച്ച വീഡിയോ. ആ മുന്നിലിരിക്കുന്ന ഒരു ഫിലിപ്പീനിയായിരുന്നു. അവർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചീത്ത വിളിക്കും അവനെ. ഈ നമ്മളെ ഇൻസ്ട്രക്ടർ ഒരു ഒമാനി കൂടിയാണ് കേട്ടോ. പിന്നെ അയാൾ നമ്മളെ ഇതിന് ടെസ്റ്റിന് വരുന്നപ്പോൾ ഒമാനി ഡ്രസ്സിലൊക്കെ വരാൻ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കാണാറ്. പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പേടിച്ചിട്ടാണെന്നോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ലൈസൻസ് എന്തായാലും കിട്ടി. പക്ഷേ ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് ഫസ്റ്റ് ടെസ്റ്റിന് ഒരാൾക്കും കിട്ടത്തില്ല, നിങ്ങളെ ഭാഗ്യമാണത്. റോഡ് ടെസ്റ്റ് ആയിക്കോട്ടെ ഇനി ഡ്രം ടെസ്റ്റ് ആയിക്കോട്ടെ പെട്ടെന്ന് കിട്ടിയ. പക്ഷേ ഇതിനെല്ലാം ഉപരി എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ എക്സാമിനർ പോലീസ് ആണല്ലോ നമ്മളെ കൂടെ ഉണ്ടാകാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ്. എന്നോട് പറഞ്ഞ നല്ല ബ്യൂട്ടിഫുൾ ഡ്രൈവിംഗ് ആണ് നിങ്ങളത്. പിന്നെ അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു താങ്ക് യു സർ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളോട് ഞാനാണ് താങ്ക് യു പറയേണ്ടത്, അത്രയും നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ എന്നെ സേഫായി കൊണ്ട് നിർത്തിയില്ലേ, അപ്പോൾ നിങ്ങളോടല്ലേ ഞാൻ താങ്ക് യു പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മോനോട് പപ്പയോട് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവർ പറഞ്ഞ കണക്ക് തന്നെ ഇനി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒമാൻ പോലീസിൻ്റെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പ്രത്യേകിച്ചിട്ട് അവരൊക്കെ നല്ലൊരു നിലയിലിരിക്കുന്ന വ്യക്തികളല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു അഭിനന്ദനം കിട്ടാന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ തോന്നിയത് കേട്ടോ. അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം എല്ലാവർക്കും പേടിച്ചിട്ടൊക്കെ നന്നായിട്ട് എടുക്കുന്നവർ വരെ പേടിച്ചിട്ട് ആ സമയത്ത് പേടിച്ച് കളിക്കുന്നതെന്ന് എക്സാമിനർ പറയുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഞാൻ നല്ല കൂളായിട്ട് എടുത്തു. കാരണം ഒന്നാമത് എനിക്ക് കൺട്രോൾ ഉണ്ട്, ഡ്രൈവിംഗ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ, സ്റ്റിയറിംഗ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പേടി തോന്നിയില്ല.
അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു. ഇപ്പോൾ എനിക്ക് സമാധാനത്തിൽ ഒമാൻ റോഡിൽ കൂടെ വാഹനം ഓടിച്ച് പോകാണ്ട് ധൈര്യം വന്നു കേട്ടോ. ആദ്യമൊന്നും മൂപ്പര് തരില്ല, നമുക്ക് രണ്ടുപേർക്ക് ലൈസൻസ് ഇല്ലാതെ തരത്തില്ല, ലൈസൻസ് എടുത്തിട്ട് ഇറങ്ങിക്കോന്ന് എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. മൂപ്പർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് കിട്ടും എന്നുള്ളത്. കാരണം ഒന്നാമത് 6-7 വർഷം നമ്മൾ ഈ വണ്ടി എടുക്കുന്നതല്ലേ നാട്ടിൽ നിന്ന്, അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം. അത് അങ്ങനെയാണെന്ന് എപ്പോഴും പറയാറ് കേട്ടോ. മോൻ പറഞ്ഞു ഉമ്മ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. എന്നപ്പോൾ ഞാൻ പറഞ്ഞു കക്കറോട്ടി ഉണ്ടാക്കി വെച്ചതില്ലേന്ന് വെച്ചപ്പം പറഞ്ഞു അതവിടെ വെച്ചാൽ നാളെ കഴിക്കാം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പുഴുങ്ങൽ റോട്ടി കക്കറോട്ടിയൊക്കെ ഇല്ലേ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ നമ്മൾ പപ്പൻ്റെ വക നല്ലൊരു ട്രീറ്റൊക്കെ കിട്ടി എനിക്ക് മോനോ. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. എൻ്റെ ഇതിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ മാത്രമല്ല റെസിപ്പീസ് വീഡിയോസും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്ക് താങ്ക് യു.